പുതിയ പാലക്ക. പുതിയ പാലക്ക എന്ന് പറഞ്ഞാൽ അന്ന് പറഞ്ഞിരുന്നത് ഇപ്പോഴത്തെ പള്ളി കാണുന്ന പ്രദേശം പഴയ പാലക്കയും പാലക്കയത്ത് അവിടുന്ന് ഒരു 3/4 കിലോമീറ്റർ താഴെ ശങ്കുണ്ണിയുടെ കല്യാണിയമ്മയുടെ മറ്റേ കട ഉണ്ടായിരുന്ന ആ ഭാഗമായിരുന്നു. പിന്നീട് ശിരുവാണി റോഡ് വന്നപ്പോൾ പുതിയതായിട്ട് ഇപ്പോൾ ഇരിക്കുന്ന ഭാഗത്തൂടെ റോഡ് വെട്ടുകയും അന്ന് മുൻപറിഞ്ഞിരുന്ന രണ്ടും കൂടി ഇടന്നാണ്, അതായത് 2 പുഴ, മുണ്ടനാടും പുഴയും മറ്റേ കുണ്ടമ്പട്ടി പുഴയും ചേരുന്ന ഇടം എന്നുള്ള രീതിയിൽ 2ഉം കൂടി ഇടന്നാണ് അറിയപ്പെടുന്നത്. പിന്നീട് അത് പിന്നെ പാലക്കയം അതായത് സെന്ററായി മാറി. അതിനുശേഷം പിന്നീട് പാലക്കത്തിന്റെ പുരോഗതി പതുക്കെ പതുക്കെ തുടങ്ങുകയായി. ഇല്ല അന്ന് പഴയകാലത്ത് വന്നപ്പോൾ അതായത് അന്ന് മഴക്കാലം ആകുമ്പോൾ പാണ്ടി, അതായത് മുള നമ്മളെ ചങ്ങാടം പോലെ കെട്ടിട്ട് അതിന് പാണ്ടി എന്നാ പറയുന്നത്. പാണ്ടി അത് പഴയ പാലക്കയത്ത്, ആദ്യം പറഞ്ഞ പാലക്കയത്ത് അവിടെയാണ് ഏറ്റവും വലിയ വീതി ഉള്ള കടവ്. അവിടെ നിന്ന് മറ്റേ മുള ഊന്നി പാണ്ടി ഇപ്പരെ കടത്തായിരുന്നു പതിവ്. അന്ന് അതിൽ ഏറ്റവും വിദഗ്ധൻ പാണ്ടി ബാപ്പു എന്ന് പറഞ്ഞായിരുന്നു ഏറ്റവും വിദഗ്ധൻ പാണ്ടി ഊന്നാൻ. അപ്പൊ അങ്ങനെയാണ് അന്ന് അത് പോയിക്കൊണ്ടിരുന്നത്, അക്കരെ ഇക്കരെ കടന്നുകൊണ്ടിരുന്നത്. നല്ല ബുദ്ധിമുട്ട്, മഴക്കാലം നല്ല ബുദ്ധിമുട്ടാണ്. പലപ്പോഴും അപകടങ്ങളിൽ പെട്ടിട്ട് മറ്റേ ദൈവാനുഗ്രഹത്തെ രക്ഷപ്പെട്ട ഒരു കാലം ഉണ്ടായിരുന്നു. ഒരിക്കലും ഇങ്ങനെ ചരിത്രം പറയാം, ഒരിക്കലും ഇങ്ങനെ ഈ മറ്റേ അതായത് ചെങ്ങാടം കൈവിട്ട് പോയപ്പോൾ ഈ ചാലിങ്കൽ ചാക്കോച്ചൻ എന്ന് പറഞ്ഞ ആള്, പുള്ളി അന്നത്തെ നീന്തൽ വിദഗ്ധനായിരുന്നു. പുള്ളി അന്ന് നീന്തി ചെന്ന് ഇതിന്റെ അറ്റത്ത് കയറി പിടിച്ചിട്ട് ഇപ്പുറത്ത് നീന്തി അങ്ങനെ രക്ഷപ്പെടുത്തിയെന്ന് പറഞ്ഞ് ചരിത്രമുണ്ട്. കുത്തൊഴുക്ക് പുഴ ഭയങ്കര ഇന്നത്തെ പോലെ ആയിരുന്നല്ല, ഇന്ന് പുഴ നികന്നു പോയി. അന്ന് അങ്ങനെയല്ല, ഭയങ്കര പാലം പണി വരുന്നത് ശിരുവാണി റോഡിന് വേണ്ടിയാണ് ആദ്യമായിട്ട് പാലം പണിയുന്നത്. റോഡ് വരുന്നത് ആദ്യകാലത്ത് ഇവിടെ എങ്ങോട്ടുണ്ടായിരുന്നത് റോഡ് എന്ന് പറയുന്നത് മണ്ണാർക്കാട് മറ്റേ കല്ലടി കുഞ്ഞുണ്ണി സാഹിബിന്റെ കൂപ്പ് റോഡായിരുന്നു ഉണ്ടായിരുന്നു. കൂപ്പ് റോഡ് ഉണ്ടായിരുന്നെങ്കിലും അത് മറ്റേ തടി കൊണ്ടുപോകാൻ മാത്രമായിട്ട് ഉപയോഗിച്ചിരുന്നു. പക്ഷെ അതായിരുന്നു അത്യാവശ്യമുള്ള കാര്യങ്ങൾക്ക് നാട്ടുകാർ ഉപയോഗിച്ചിരുന്നത്. അപ്പൊ അതിനുശേഷം പിന്നെ അതായത് ശിരുവാണി ഡാമിന്റെ പണി തുടങ്ങുന്ന സമയത്ത് ഇടക്കുറിശിൽ നിന്ന് പുതിയ റോഡ് ശിരുവാണിയിലേക്ക് വെട്ടുകയും അത് ആദ്യകാലത്ത് JCB ഉപയോഗിച്ചാണ് വെട്ടിയത്. പിന്നീട് അത് മറ്റേ മാറ്റങ്ങൾ വരുത്തുകയും നല്ല രീതിയിൽ അത് റോഡ് പണിയുകയും പാലക്കത്ത് ആദ്യം ഒരു മരപ്പാലം ഉണ്ടാക്കിയത്. ആ മരപ്പാലം ഒരു വലിയ വെള്ളക്കാലത്ത് തകർന്നു പോയി. അത് മരപ്പാലത്തിൽ കൂടി വാഹനങ്ങൾ പോയിക്കൊണ്ടിരുന്ന ആയിരുന്നു. ഞങ്ങൾ വലിയ വെള്ളം വരുമ്പോൾ ഞങ്ങൾ പാലക്കത്ത് ഇത് കാണുവാൻ വേണ്ടി വരുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ വലിയ വെള്ളം വരുമ്പോൾ ഞങ്ങളൊന്ന് എല്ലാവരും വെള്ളം കാണാൻ പോകുമായിരുന്നു. ഞങ്ങൾ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ ശിരുവാണിയിൽ നിന്ന് വന്ന പ്രൊജക്ടിന്റെ ഒരു ജീപ്പ് അക്കരെ കടന്ന് ഉടനെ തന്നെ ഈ പാലം പൊട്ടി വളർന്നു പോയി. പിന്നീടാണ് കാലങ്ങൾ പോയി കഴിഞ്ഞപ്പോൾ പഞ്ചായത്തിൽ മറ്റേ അതായത് പഞ്ചായത്ത് ഭരണം വരികയും പാലക്കത്ത് തന്നെ പ്രാരംഭമായിട്ട് റോഡ് പണി തുടങ്ങിയത് അന്ന് ഇവിടെ ഒരു അച്ഛൻ്റെ കണ്ണമ്പുഴ അച്ഛനുണ്ട്. കണ്ണമ്പുഴ ഫാദർ കണ്ണമ്പുഴ, ജോസ് കണ്ണമ്പുഴ പാലക്കയം പള്ളിയിലെ വികാരിയായിരുന്നു. പക്ഷെ അങ്ങേര് വന്ന കാലത്താണ് പരമാവധി ഈ ഗ്രാമീണ റോഡുകൾ നിർമ്മിച്ചത് ഈ ഏരിയയില്. അന്നേരം ആളുകളെ കൂട്ടമായിട്ട് സംഘടിപ്പിച്ച് ഒരു വീട്ടിൽ ഭക്ഷണം വയ്ക്കുക, എല്ലാവരും ആയുധമായിട്ട് വരിക, അങ്ങനെ എല്ലാവരും ഒരു കൂട്ടായ്മയായിട്ട് 10, 150 പേര് 200 പേരൊക്കെ ഒരുമിച്ച് ഉണ്ടാകുമായിരുന്നു പണിയായിട്ട്. അങ്ങനെയാണ് ഈ കാഞ്ഞിരപ്പുഴ പാലക്കയം റോഡ്, പാലക്കയം ചീനിക്കപ്പാറ റോഡ്, ഇരുമ്പാമുട്ടി തരിപ്പപ്പത്തി റോഡ്, അതുപോലെ പാലക്കയം പായപ്പുല്ല് റോഡ്, ഇങ്ങനെയുള്ള പ്രധാന റോഡുകളൊക്കെ ഏകദേശം ഒരു മണ്ണ് റോഡാക്കി, ജീപ്പ് റോഡ് ആക്കിയിട്ട് ഒരുപാട് പ്രയാസപ്പെട്ടാണ് ആ കാലഘട്ടത്തില്. പിന്നീട് പറയുകയാണെങ്കിൽ പാലക്കയം കഴിഞ്ഞ പിന്നീട് പഞ്ചായത്ത് വരുന്നത് 1979 തച്ചമ്പാറ പഞ്ചായത്ത് രൂപീകരിക്കുന്നത്. നോമിനേറ്റഡ് ബോർഡായിരുന്നു അത്. കാരാകുറിശി, പൊറ്റശ്ശേരി, കരിമ്പ പഞ്ചായത്തുകളിലെ ഭാഗം കൂട്ടിച്ചേർന്നാണ് തച്ചമ്പാറ പഞ്ചായത്ത് ഉണ്ടാക്കുന്നത്.
ഇന്ന് ഇന്ന് അറിയപ്പെടുന്നത് കാഞ്ഞിരപ്പുഴ പഞ്ചായത്ത്, അന്ന് പൊറ്റശ്ശേരി പഞ്ചായത്ത് എന്നാണ് അറിയുന്നത്. പിന്നീട് 85 കാലഘട്ടത്തിലാണ് പേര് മാറിയിട്ട് കാഞ്ഞിരപ്പുഴ എന്ന് മാറ്റിയത്. പക്ഷെ ഇന്നും അതായത് പൊറ്റശ്ശേരി സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക്, പൊറ്റശ്ശേരി വില്ലേജ്, അതെല്ലാം പൊറ്റശ്ശേരി പേരിലാണ് അറിയപ്പെടുന്നത്. ഇതെല്ലാം അറിയപ്പെടുന്നത്. പഞ്ചായത്ത് മാത്രമേ പേര് മാറ്റിയിട്ടുള്ളൂ. അപ്പൊ 79 നോമിനേറ്റ് ബോർഡ്, അന്ന് AP ഹംസക്ക പ്രസിഡന്റും VK ജോർജ് വൈസ് പ്രസിഡന്റുമായിട്ട് ഒരു ബോർഡാണ്